ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ശ്രീനു ശ്രീക്കുട്ടിയൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമോള് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരം ടൗണിലേക്ക് ഒന്ന് പോവാണ്. ടൗൺ വരെ എത്തണ്ട കേട്ടോ, അതാണ് ഞാൻ ഡ്രസ്സൊന്നും മാറ്റാതെ ഇതേ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ കാവിൻ്റെ അതുവരെ പോയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തിനാണിപ്പോൾ ഈ നടന്നിട്ടുള്ള കാവിൻ്റെ അതുവരെ പോക്കുന്നല്ലേ, അതൊരു സർപ്രൈസാണ് കേട്ടോ. അതിനിടയിൽ കൂടെ കണ്ടോ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് രണ്ടും കൂടെ ആക്ഷൻ കാണിക്കുകയാണ്. നല്ലതുപോലെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ നമുക്ക് ആ വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് ഇങ്ങോട്ട് അറിയുന്നില്ല. കാരണം എന്താണെന്നറിയോ, നന്നായിട്ട് മഞ്ഞുണ്ട്. ക്യാമറയിൽ അത് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. നമ്മുടെ പാടവും മരങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു സീനറി അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് നമ്മുടെ കേക്ക് മാജിക് എന്നുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വെറൈറ്റി കേക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി കയറുകയാണേ. എന്തിനാണ് കേക്ക് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. കയ്യിൽ കുറച്ച് നക്കാപ്പിച്ചേ ഉള്ളൂ കേട്ടോ, എന്നാലും വേണ്ടില്ല, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യും. കാരണം കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതാണ്ടോ കണ്ണാടി ചില്ലിൽ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള അതിൽ നിന്നൊരു കേക്ക് ഞാൻ എടുത്തു കേട്ടോ. ചെറിയ എമൗണ്ടിൻ്റെ ഒരു കേക്കാണ് എടുത്തത്. വാനിലയുടെ ഒരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, 1 കിലോ കേക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ ബർത്ത്ഡേക്ക് ഏട്ടൻ കേക്കൊന്നും വാങ്ങിക്കാറോ ആഘോഷിക്കാറോ ഒന്നുമില്ല. എൻ്റെയും ഏട്ടനെയും ആഘോഷിക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്കത് ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പറയണം. കൈക്കോട്ടെ ആർക്കപ്പോ പറഞ്ഞാളോട് അതാ അതന്നെ മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെയും ഒന്നും ആഘോഷിക്കാറില്ല കേട്ടോ. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷം അവരുടെ മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ആഘോഷിച്ചപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. രാവിലെ ഏട്ടൻ പണിക്ക് പോകുന്ന സമയത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ ഉള്ള കാരണം പിന്നെ രാവിലെ എല്ലാവരെയും കൂടി കെട്ടിപ്പെറുക്കിയിട്ട് അമ്പലത്തിൽ പോക്ക് നടക്കില്ല. സാമ്പത്തികം പ്രശ്നമായതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ആയിട്ടൊരു കേക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനും അപ്പുറത്ത് അവിചാരിതമായിട്ട് കുറച്ച് ചിക്കനും റൈസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. സുനിതയും കുഞ്ഞുമോളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി താഴെ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയൊക്കെ കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കൂടാനും ശ്രദ്ധിക്കാറുണ്ട്. കാരണം സാമ്പത്തികം തന്നെയാണ്. അതില്ലാത്തത് കൊണ്ട് പല പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. എങ്കിലും മക്കളുടെ സന്തോഷത്തിന് മുൻനിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന വാച്ച് ചെയ്യുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സും എന്താ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഒരു സ്പെഷ്യൽ ചിക്കനാണ്, കാന്താരി ചിക്കൻ. അതാണ് ഈ പച്ച കളർ കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. എൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാവേ. ഓക്കേ.